ഗസ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി, US എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു. ഇസ്രയേൽ, ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്, നിലവിൽ സമാധാനത്തിന്റെ പാതയിലാണ്, അല്ലെങ്കിൽ സമാധാനം പുലർന്നിരിക്കുന്നു ഗസയിൽ എന്നുള്ളത് ആശ്വാസം നൽകുമ്പോഴും ഈ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അത് മറ്റ് രാജ്യങ്ങളാണ്. ഇസ്രയേലില്ല, ഹമാസ് നേതാക്കളില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെ ഒരു സംശയം ഇപ്പോഴും ഉണ്ടല്ലോ. കരാർ സാധ്യമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഇതൊരു 20 കരാർ സാധ്യമാകണമെന്നുള്ളത് ഇസ്രായേലും നേരത്തെ തന്നെ അതിന് മുൻപേ തന്നെ ഡൊണാൾഡ് ട്രംപും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു. ഗസയിൽ സമാധാനം ആവശ്യമാണെങ്കിൽ, ഗസയിൽ വെടിനിർത്തൽ കരാർ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗസയുടെ പുനരുദ്ധാരണം സാധ്യമാകണമെങ്കിൽ സ്വാഭാവികമായും ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 കരാർ സാധ്യമാകണമെന്നുള്ളത് തന്നെയായിരുന്നു. അതിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഫലം ഉണ്ടായത് ഇന്നും ഇന്നലെയുമായി ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ചായിരുന്നു. ആ ബന്ദികളുടെ കൈമാറ്റവും സാധ്യമായിരിക്കുന്നു. ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ അവരുടെ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നു. ഹമാസ് ആഗ്രഹിച്ചതുപോലെ ഹമാസിന്റെ ബന്ദികളെയും ഇസ്രായേൽ മോചിപ്പിക്കുന്നു. ഏതാണ്ട് 20ഓളം പേരെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് മോചിപ്പിച്ച് തിരികെ നൽകിയത്. ഏതാണ്ട് 2000ഓളം പലസ്തീനിയൻ ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേലും പറയുന്നു. അങ്ങനെ ബന്ദികളുടെ മോചനം സാധ്യമാകുമ്പോൾ ഏതാണ്ട് ഇതിലൊരു വലിയ ഫലം ഉണ്ടായി എന്ന് വേണം കാണാൻ. ഇതിന്റെ ഈ ചർച്ചകളുടെ ഫലം ഏകദേശം സാധ്യമായി എന്ന് വേണം കാണാൻ. ഇനിയുള്ളത് ഗസയിൽ പൂർണ്ണമായും സമാധാനം കൊണ്ടുവരിക, ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുക, ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുക, ഗസയുടെ പുനരുദ്ധാരണം എന്നീ കാര്യങ്ങളാണ്. ഇതിന്മേലാണ് ഇനി ചർച്ചകൾ നടക്കാനുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ 20 കരാറിന്മേൽ, സമാധാന ഉടമ്പടിയിന്മേൽ ആ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളത്. ആ കരാർ സാധ്യമായിരിക്കുന്നു. കരാറിൽ മധ്യസ്ഥരാണ് പ്രധാനമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ആ മധ്യസ്ഥർ അത് ഈജിപ്തും ഖത്തറുമാണ്. അതിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തുർക്കിയും അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മറ്റ് ലോകരാജ്യങ്ങൾ, ഏതാണ്ട് 20ഓളം ലോകരാജ്യങ്ങൾ അവിടെ പങ്കാളികളായിരുന്നു. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കം പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് സാധ്യമായിരിക്കുന്നത്. ഇതിൽ പ്രത്യക്ഷത്തിൽ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ പോലും ഹമാസിനും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ കരാർ സാധ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള വഴി. ഇതിനെ മറികടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇത് പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹമാസ് ഇനി എന്ത് ചെയ്യും, ഹമാസിന്റെ റോൾ ഇനി എന്താകും, ഹമാസിന് ഗസയിൽ റോൾ ഉണ്ടാകുമോ, ഹമാസിന്റെ നിരായുധീകരണം ഏത് രൂപത്തിലായിരിക്കും സാധ്യമാകുക എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഇപ്പോൾ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭ്യമാകുന്നത്, ഈ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ബ്രിട്ടൻ തയ്യാറാണ്. ഏതാണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ബ്രിട്ടൻ കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയും കരാറിൽ ഒപ്പുവെക്കുകയും കരാർ ഉടമ്പടിയായി മാറുകയും ചെയ്തതെങ്കിൽ ഇനി ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ബ്രിട്ടൻ അതിന് നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്നുകൂടിയുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ബന്ദികളുടെ കൈമാറ്റത്തിന്മേലായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. 2023 ഒക്ടോബർ 7 സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഏതാണ്ട് അറുതിയായിരിക്കുന്നു. അങ്ങനെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിരിക്കുന്നു. ഹമാസ് കൂടി ഈ ചർച്ചകളിലേക്കും ഈ സമാധാനത്തിലേക്കും വരാൻ തയ്യാറായിരിക്കുന്നു. അവരുടെ മേഖലകളിൽ ഹമാസിന് എന്തായിരിക്കും ഗസയിൽ റോൾ, അല്ലെങ്കിൽ ഗസയുടെ അധികാരത്തിന്മേൽ ഹമാസിന്റെ റോൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. എന്തായാലും അത് ഉടൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഗസയുടെ പുനരുദ്ധാരണം തന്നെയാണ് ഏറ്റവും അടിയന്തരമായ കാര്യം. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ വരുന്നില്ല. ഹമാസ് പൂർണ്ണമായും പിൻവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ചും ഗസയുടെ അധികാരം ആർക്ക് കൈമാറും, അവിടെ ഏത് രൂപത്തിലായിരിക്കും അധികാര വികേന്ദ്രീകരണം സാധ്യമാകുക എന്നുള്ള കാര്യത്തിലാണ് ഇനി ചർച്ചകൾ നടക്കുക. അക്കാര്യത്തിൽ എന്തായാലും ഉടൻ തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിൽ ഇനിയും വരും ദിവസങ്ങളിലും ചർച്ചകൾ നടക്കാനുണ്ട്. ഇപ്പോൾ കരാർ ഉടമ്പടിയിൽ ഔദ്യോഗികമായി ഒപ്പിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് വിശാലമായ അടിസ്ഥാനത്തിൽ ചർച്ചകൾ സാധ്യമാകേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും. ഒപ്പം തന്നെ ഗസയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ബ്രിട്ടനിൽ വലിയ ചർച്ചകൾ നടക്കാനുണ്ട്. അങ്ങനെ വലിയ രൂപത്തിൽ ഗസയിൽ സമാധാനം സാധ്യമാകുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും 3000 വർഷങ്ങൾക്ക് ശേഷം പലസ്തീനിൽ, ഗസയിൽ, പശ്ചിമേഷ്യയിൽ സമാധാനം പിറന്നിരിക്കുന്നു എന്നൊരു വാക്കാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഗസയിൽ സമാധാനം ഉണ്ടാകുന്നു, യുദ്ധം അവസാനിക്കുന്നു. 2 വർഷം എടുത്തു ഈ യുദ്ധം അവസാനിക്കാൻ എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രജിൻ. ശരി, ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.